ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ളോഗ്. ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇത് കപ്പ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. പക്ഷേ ഇത് ഒരു വ്യത്യസ്തമായിട്ട് ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. കാരണം കപ്പ പല വിധത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, പല നാട്ടിലും പല വിധത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിൽ നിന്ന് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത കപ്പ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. അടച്ചു മൂട്ടി വേവിക്കണം. അതായത് കുക്കർ വീസിലൊന്നും വെക്കണ്ട, സാധാരണ നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ പോക്കി അങ്ങനെയാണ് നമ്മൾ വേവിക്കുക. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അതൊന്ന് വേവട്ടെ. അപ്പോൾ കപ്പ ഏകദേശം ഒന്ന് വെന്ത് കഴിഞ്ഞ് കേട്ടോ, ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ പോക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളഞ്ഞെന്നാണ് കേട്ടോ അർത്ഥം. ഞാൻ പോക്കി എന്നാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക. അപ്പോൾ വെള്ളമൊക്കെ പോക്കിയിട്ട് അതിലേക്ക് മുളക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് വിസിലടിക്കാം കേട്ടോ. ഒറ്റ വിസിൽ മതി. ഏകദേശം വെന്തതാണ്, എന്നാലും ഒരു വിസിൽ കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഓക്കെ, കുക്കറിൽ നിന്ന് ഞാൻ ഒരു കടായിലേക്ക് കപ്പ മൊത്തമായിട്ട് മാറ്റി കേട്ടോ. ചെറുതായിട്ടൊരു ഡ്രൈനെസ് ഉണ്ട്, അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം അതൊരു കുറുകിയ പോലെ കിട്ടും. ഇതിനിടയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ അയിലത്തലയാണ് കേട്ടോ. അയിലത്തല ഇതിൽ നമ്മൾ ആഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ഈ അയിലത്തല നമുക്ക് ഏകദേശം ഈ ഒരു കപ്പക്ക് വേണ്ടിയിട്ടുള്ള ആകെ 3 അയിലത്തലയെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അത് നമ്മൾ നല്ലോണം അയിലേനെ അതിലങ്ങ് ചതച്ച് ഇടിച്ച് ചേർക്കണം കേട്ടോ. പച്ച അയിലയാണ്. അപ്പോൾ നല്ലോണം അതിൻ്റെ എല്ലാ മാംസഭാഗങ്ങളും അതിൽ അലിയണം. അങ്ങനെയാണ്. ഇടയ്ക്ക് ഇത് ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് കറക്റ്റാണൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നല്ലോണം അത് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം അത് ഇടിച്ച് പിഴിയാം. അപ്പോൾ ഏകദേശം നമ്മൾ ഇതൊരു പായസം പോലെയായി. ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ അയില പ്ലസ് കിഴങ്ങ്, അതായത് കിഴങ്ങ് പ്ലസ് അയില. പിന്നെ അവസാനം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കും. കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം പിന്നെയും ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. അപ്പോൾ ഇത് റെഡിക്ക് ഒരു പായസത്തിൻ്റെ പരുവായി. ഇത് അങ്ങ് ചൂടോടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചൂട് തണിഞ്ഞു പോയാൽ നമുക്കത് കഴിക്കാൻ വലിയ ടേസ്റ്റ് തോന്നില്ല. ആ സമയത്ത് തന്നെ നമ്മൾ കഴിക്കണം. അപ്പോൾ ഈ ഒരു സിമ്പിൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ഈ ഒരു ഐറ്റം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു, ബൈ.